ഇത്രയും നേരം ഞാൻ മിണ്ടാ നിന്നത് എന്റെ മാന്യത. അത് നിന്നോടുള്ള ബഹുമാനം കൊണ്ടൊന്നുമല്ല. ദേ, ഈ ശ്രീലുവിനെ ഓർത്തിട്ടാ. ഇനി നീ ഇവളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഞാൻ കണ്ട പൊന്നു മോനെ ശരത്തെ നീ തീർന്നു. പിന്നെ എന്റെ ഭാര്യയ്ക്ക് നിന്നെ പോലൊരു വായി നോക്കിയിട്ട് ഒരു ഗിഫ്റ്റും വേണ്ട. അവൾക്ക് എന്ത് വേണേലും വാങ്ങിച്ചു കൊടുക്കാൻ അവളുടെ ഭർത്താവായ ഞാനുണ്ട്. അതിന് പുറത്തുനിന്ന് ഒരുത്താൻ വേണ്ട. വീട്ടിൽ കമ്മട്ടുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് കൂടുതൽ അടിച്ചു വെച്ചോ. ഇന്നത്തോടെ എല്ലാം തീരും. അതിനുശേഷം ഋഷി ശരത്തിനെ തള്ളി മാറ്റിക്കൊണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി. ശരത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ നാണം കെട്ടി നിന്നു. ശ്രീലക്ഷ്മിയുടെ കമ്പനി ശരിക്കും ഒരു വലിയ നഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് ശരത് പാർട്ട്ണറായി വന്നു കയറിയത്. ശരത് അത്യാവശ്യം ഫിനാൻഷ്യൽ സെറ്റപ്പുള്ള മനുഷ്യനാണ് എന്ന് മനസ്സിലായതു മുതൽ ശ്രീലക്ഷ്മി അവനുമായി നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കി വെച്ചു. തന്റെ കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ശരത്ത് കൂടെ വേണ്ടത് ശ്രീലക്ഷ്മിയുടെ ആവശ്യമായിരുന്നു. അപ്പോഴാണ് ഋഷിയുടെ ഓരോ കാട്ടിക്കൂട്ടലുകൾ. എന്തിന്റെ കേടായിരുന്നു എനിക്ക്. ഇനിയിപ്പോ ശരത്ത് നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഷെയർ ഇടുമെന്ന് തോന്നുന്നില്ല. എന്റെ ഒരു തലവിധി.